ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളൊരു സൺഡേ വ്ളോഗാണ് അല്ലേ? നമ്മുടെ അപ്പയുള്ള ഒരു ദിവസം അല്ലേ? ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ഹായ്, ചിരിച്ചോണ്ട് എഴുന്നേറ്റ് വന്നേ. എഴുന്നേറ്റ് ആൻ്റെ കുഞ്ഞ് പിന്നെ അവളൊന്ന് ഓണാക്കി എടുക്കാനുള്ള തത്രപ്പാടാണ്. രാവിലെ 8 മണി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഗൈസ്. ഒരു ഗോതമ്പ് ദോശയും ശാമ്പാടും അല്ലേ? എന്തോ വേണ്ടേ? ആപ്പിളോ? അപ്പൊ ഈ ദോശ ആരാ കഴിക്കണേ? ഇതെന്താ കഴിക്കാത്ത? അവൾക്ക് ആദ്യത്തെ ആവേശമുള്ളൂ എന്ത് കഴിക്കാനും. അത് കഴിയുമ്പോൾ എല്ലാം തീരും. ദോശ ഇവിടെ പകുതിക്കിട്ടിട്ട് ഞാൻ സ്മൂത്തി അടിക്കാൻ വേണ്ടി എടുത്ത ആപ്പിൾ പിടിച്ചു വാങ്ങുകയാണ് എൻ്റെ നിന്ന്. ഞാൻ രാവിലത്തേക്ക് സ്മൂത്തിയാണ് എടുത്തത്. കാര്യം ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കണം, അതുകൊണ്ട് ഞാൻ സ്മൂത്തി എടുത്തു. അങ്ങനെ ദോശയും സാമ്പാർ അച്ചച്ചന് സെറ്റാക്കി എൻ്റെ സ്മൂത്തി എടുത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ അവിടെ വരും കേട്ടോ ഇച്ചിരി പങ്കുപറ്റാൻ. കഴിക്കത്തൊന്നുമില്ല, എന്നാലും ഇച്ചിരി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. എൻ്റെ നിന്ന് ഇച്ചിരി സ്മൂത്തി മേടിച്ച് കുടിച്ചായിരുന്നു. അതേതായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, എല്ലാത്തിൻ്റെയും ടേസ്റ്റൊന്നും അറിയണം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും. അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അങ്ങനെ തന്നെയാണ്. എല്ലാത്തിൽ നിന്നും ആദ്യത്തെ ഒരു ഉരുള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കും. പിന്നെ പൊന്നൻ എന്ത് കാര്യവും അവൾക്ക് തന്നെ ചെയ്യണം എന്നൊരിതാണ്. ഇനി എന്താ എല്ലാം പറക്കിക്കൊണ്ട് പോയപ്പോൾ അവൾ തന്നെ സ്വന്തമായിട്ടെല്ലാം ചെയ്യുക. പിന്നെ ഇതാണ് അടുത്ത ശീലം, എന്ത് ചെയ്താലും ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യണം. ആ മേളിൽ വെച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട്, എന്നാലും പോരാ, അവൾക്ക് ആ ബാസ്ക്കറ്റിൽ തന്നെ ഇടണം. ഇനി ഉച്ചത്തേക്ക് പരിപാടികളൊക്കെ നോക്കാം. അതിന് മുന്നായിട്ട് കുറച്ച് തുണി അലക്കാനിടാം. അതിനും എന്നെ സഹായിക്കും കേട്ടോ പൊന്നൻ. അവൾ വന്ന് സോപ്പ് പൊടി ഇടാനുള്ളതൊക്കെ തുറന്നു തരും, എല്ലാം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ കുഞ്ഞിന് ഭയങ്കര താല്പര്യമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അച്ചാച്ചൻ എനിക്ക് തേങ്ങ വെച്ചിട്ട് തിരികെ തന്ന് സഹായിക്കുകയാണ്. ഒരാളിവിടെ തേങ്ങ മുഴുവൻ തിന്ന് തീർക്കുകയാണ്. ഉച്ചയ്ക്ക് കറിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പം എന്ത് ചെയ്താലും അതിൻ്റെ അടുത്ത് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. യൂഷ്വലി അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങുന്നതാണ് സാധാരണ. അപ്പയുള്ള ദിവസം ഉറക്കമൊക്കെ പൊതുവേ കുറവായിരിക്കും. തേങ്ങ മുഴുവൻ തിന്ന് തീർക്കുമോ? അത് കഴിഞ്ഞ് പിന്നെ അവളുടേതായിട്ടുള്ള ഒരു ലോകത്തങ്ങ് നടക്കും. കുറേ ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് ഇമാജിനേഷനാണ് ഫുള്ള്. അതിൽ നിന്ന് എന്തൊക്കെയോ കോരി കഴിക്കും. ഇതാണ് അടുത്ത പരിപാടി. എവിടെ എന്തെങ്കിലും കണ്ടാൽ അവിടെ എൻ്റെ സ്പൂണും തവിയും എല്ലാം കൊണ്ടിടും. എൻ്റെ പല സ്പൂണും വെള്ളത്തിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്പൂൺ പോയതിലാണ് തപ്പാറ്. പിന്നെ കുറച്ച് നേരം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. സൂപ്പർ ഡാൻസാ. അത്ര നേരമൊക്കെ പിടിച്ച് വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങി. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റാലേ ആൾ ഓക്കെ ആവുള്ളൂ. അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി ഉറക്കി. ഏതായാലും ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉച്ചത്തെ പരിപാടി ഇവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തീർക്കണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ കപ്പ ഇളക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എടുക്കാം. ഇനിയൊന്ന് ഓണായി വരാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പോഴേക്കും ഞാൻ അച്ചച്ചൻ്റെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷെ അത് ശരിയായ തീരുമാനമല്ലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. കാര്യം എൻ്റെ കപ്പ മുഴുവൻ ഇപ്പോൾ തീർക്കും രണ്ടുപേരും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ കാണില്ല. അപ്പോഴേക്കും എൻ്റെ ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ കാര്യവും എൻ്റെ കുഞ്ഞു നോക്കിക്കോളും. അമ്മയ്ക്കും അപ്പയ്ക്കും ആണേ. പിടിക്കണേ. ശുഷേ. ഓക്കെ, അപ്പയുടെ പ്ലേറ്റ് അപ്പയ്ക്ക് കൊടുക്ക്. അമ്മ താങ്ക് യു. അപ്പയ്ക്ക് ഏതാ ചോറ്? അമ്മ ഇട്ടുതരാം. മോൻ്റെ പ്ലേറ്റ് എടുത്തോണ്ട് വാ. അയ്യോ, ചോറ് ഞാൻ വിളമ്പിക്കോളാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ സൺഡേത്തെ ലഞ്ച്. ചോറ്, സാമ്പാർ, പിന്നെ പാവയ്ക്ക വറുത്തത്, മീൻ കറി. ഓക്കെ, ഉച്ചയ്ക്ക് 1:45. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രണ്ടുപേരുടെയും ലോകമാണ്. കാര്യം ആഴ്ചയിൽ ഒരിക്കലാണല്ലോ അവർക്ക് ഇങ്ങനെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ.
ബാക്കി എല്ലാ ദിവസവും രാവിലെ പോയി പിന്നെ രാത്രിയല്ലേ കാണത്തുള്ളൂ. രാത്രി വന്നു കഴിയുമ്പോൾ പിന്നെ പുള്ളി ടയേർഡാണ്, കിടന്നുറങ്ങും. പക്ഷേ സൺഡേസ് അവൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി. ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട്. പഴയ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് വണ്ടിയിൽ പോവുമായിരുന്നു. ഒരു കാലത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കുറേ പാട്ടുകളൊക്കെ കേട്ടു. ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയൊരു ഓളം അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കലാപരിപാടികളായിരുന്നു. അവൾ പിന്നെ ഡാൻസൊക്കെ അങ്ങ് തുടങ്ങി. ആക്ച്വലി പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഈ റൂമിനകത്ത് തന്നെ അടഞ്ഞിരുന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പോകാമെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ഡാൻസും കളിയും തുടങ്ങും. അങ്ങനെ ഞങ്ങൾ ഡേ ടു ഡേയിലാണ് വന്നത്, അജ്മാനിലുള്ള ഡേ ടു ഡേയിൽ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്. ആക്ച്വലി ഭയങ്കര വലുതായിരുന്നു. യൂഷ്വലി ഞങ്ങൾ ബസാറിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലുതായിരുന്നു. ഒരു 3 ഫ്ലോർ തന്നെ ഉണ്ട്. എവിടാ എങ്ങനാ ഒന്നും അറിയാതെ ആദ്യം ഞങ്ങൾ കുറേ ഇങ്ങനെ വെറുതെ അലഞ്ഞ് നടന്നു. എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളാകെ മാറും. നമ്മൾ എടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് തന്നെ നടന്നു കയറണം, തന്നെ ഇറങ്ങണം. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ വണ്ടി സെറ്റായി. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ നൊസ്റ്റാൾജിയ മിഠായിസ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ച കച്ച മാംഗോ, മാംഗോ ബൈറ്റ്, ഓറഞ്ച് ബൈറ്റ്, മെലഡി നുണയോ, പുളി മിഠായി. ഇതെന്തോ കല്ലൊക്കെ. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു തിരിക്കാൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? മിഠായിയോ? ആ, സ്റ്റോൺ ചോക്ലേറ്റ്. ശരിയാ. ഇത് ഒച്ചാച്ച പല വെറൈറ്റി കല്ലുകൾ. ഇതെല്ലാം ചോക്ലേറ്റ്. നീ എന്താണ് വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? അടുത്തത് കോസ്മെറ്റിക് സെക്ഷൻ ആയിരുന്നു. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഇങ്ങനെ ടോയ് സെക്ഷൻ കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ ഞങ്ങളൊരു ഷവർമയിൽ ഒതുക്കി. അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഏതായാലും ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ആയിരുന്നു. ഓക്കെ ഗൈസ്, വേസ്റ്റും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയും. അല്ലേ പോനാൻ? ഈ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിസ്റ്റം ഇതാണ്. നമുക്കെന്തായാലും വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വേസ്റ്റ് കളയണ്ട, മനസ്സിലായാ? അല്ലേ? ആരും പറ്റി വയസ്സിൻ്റെ ബാസ്ക്കറ്റ് അതിനകത്ത് വീണുപോയി. അയ്യോ, എടുത്തെടുത്ത്. ഓക്കെ, ക്ലീൻ. കിടന്നേ പാല് കുടിക്കാൻ. അവളിങ്ങനെ പാല് കുടിക്കാൻ കിടക്കുന്നതിനെക്കുറിച്ച് കുറേ കമൻറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു. കുഞ്ഞിനോടുള്ള കൺസേൺ കൊണ്ടാണ് പറയുന്നതെന്നൊക്കെ അറിയാം. ആക്ച്വലി പൊന്നൻ ഭയങ്കര സേഫ്റ്റി നോക്കുന്ന ആളാണ്. അവൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര സേഫ് ആണോ എന്നൊക്കെ നോക്കിയേ ചെയ്യാവുള്ളൂ. എവിടെയെങ്കിലും കയറിയിട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ അവൾക്ക് സേഫ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മൾ വന്നാൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, പാല് കുടിക്കാൻ വേണ്ടി തലയണ സെറ്റ് ചെയ്യണ ഇതാണ് നിങ്ങൾ കാണുന്നത്. അവൾ തലയണയൊക്കെ പൊക്കി വെച്ച് തല നല്ല രീതിയിൽ പൊക്കി വെച്ച് മാത്രമേ അവൾ കിടന്ന് പാല് കുടിക്കുള്ളൂ. കിടന്ന് പാല് കുടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം അവൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പാല് കുടിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവൾ കിടക്കണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.